വിവാഹമോചനത്തിന് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന 10 ക്രൂവൽറ്റി ഗ്രൗണ്ടുകൾ, ക്രൂരതയുടെ ഗ്രൗണ്ടുകൾ. ഒന്നാമത്തേതായി, ഏതെങ്കിലും ഭാര്യ വളരെ സ്റ്റബേൺ, കടുപ്പമുള്ളതും അതുപോലെ തന്നെ യാതൊരു യുക്തിക്കും നിരക്കാത്ത രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും, അതുപോലെ തന്നെ എന്തെങ്കിലും ഹോസ്പിറ്റൽ ടെസ്റ്റുകളോ മറ്റോ ചെയ്യാൻ ഡോക്ടർ ആവശ്യപ്പെട്ടാലോ അതൊന്നും ചെയ്യാതെ യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഒരു ക്രൂവൽറ്റി ആയിട്ടാണ് പല കോടതികളും കണ്ടുവരുന്നത്. ഇനി രണ്ടാമതായി, വിവാഹം കഴിച്ച ഏതൊരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അവകാശമാണ് തൻ്റെ പാർട്ട്ണറുമൊത്തുള്ള ഒരു ജീവിതം. ആ ഒരു മാരീഡ് ലൈഫിന് വേണ്ടിയാണ് പലപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹമായി കഴിക്കുന്നത്. അപ്പോൾ അത് ഇരു കൂട്ടരുടെയും അവകാശമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കമ്പനിയും ഭർത്താവിന് ഭാര്യയുടെ കമ്പനിയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് കൊടുക്കാൻ കഴിയാതെ വന്നാൽ അത് ഒരു ക്രൂവൽറ്റിയാണ്. ഇനി മൂന്നാമതായി, ഇൻഹ്യൂമൻ അല്ലെങ്കിൽ വളരെ മനുഷ്യത്വരഹിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ പ്രവൃത്തികൾ, അതും ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടിൽ വരുന്ന ഒന്നാണ്. ഒരു ഉദാഹരണത്തിന്, ഒരു കുട്ടിയെ ഭർത്താവോ ഭാര്യയോ യാതൊരു കാരണവുമില്ലാതെ ഭർത്താവിനോടോ ഭാര്യയോടോ ഉള്ള വിരോധം വെച്ച് അതിശക്തമായി ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയോ, ചില കേസിൽ ഉപദ്രവിക്കുന്നതിൻ്റെ പരിധി അങ്ങ് കൂടി ആ കുട്ടിയെ കിണറ്റിൽ പോലും കൊണ്ടുപോയിടുന്ന സാഹചര്യമുണ്ടായ കേസിൽ മനുഷ്യത്വരഹിതമായി പെരുമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൈവേഴ്സ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നാലാമതായി, ക്രൂവൽറ്റി ഗ്രൗണ്ടിൽ ശാരീരിക ആക്രമണം ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ഫിസിക്കലായി അല്ലെങ്കിൽ ശാരീരികമായി ആക്രമിച്ച് ആ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കണമെന്നൊന്നും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൂരത ഒരിക്കലും ക്രൂവൽറ്റി എന്ന ഗ്രൗണ്ടിൻ്റെ കീഴിൽ വരുന്നതല്ല. ഇനി അഞ്ചാമതായി, ഏതെങ്കിലും രീതിയിൽ ഭാര്യയോ ഭർത്താവോ അൺനാച്ചുറൽ സെക്സിന് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ക്രൂവൽറ്റിയാണ്. അൺനാച്ചുറൽ സെക്സ് എന്ന് പറയുന്നത് സാധാരണ ലൈംഗിക ബന്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രകൃതി വിരുദ്ധമായ രീതിയിലേക്ക് ലൈംഗിക ബന്ധങ്ങൾ ഉയർത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഭാര്യയോ ഭർത്താവോ ചെയ്യുന്ന പ്രക്രിയകളെയാണ് നമ്മൾ അൺനാച്ചുറൽ സെക്സ് എന്ന് പറയുന്നത്. അത് ഒരു ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടാണ്. ഇനി ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ ഇമ്പോർട്ടൻസി,